ദ ജേർണലിസ്റ്റിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന ജനപ്രതിനിധിയെ സംബന്ധിച്ച്, പൊതുപ്രവർത്തകരെ സംബന്ധിച്ച് ഇപ്പോഴും ഉയർന്നു വന്നിരിക്കുന്ന ഈ പരാതികൾ വലിയ നാണക്കേട് തന്നെയാണെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. രാഹുൽ മാങ്കൂട്ടത്തിലിനെ പരമാവധി നാണം കെടുത്താനുള്ള സർവ്വസന്നാഹങ്ങളും തയ്യാറാക്കി പൊതുവിടങ്ങളിലും സോഷ്യൽ മീഡിയ സ്പേസുകളിലും രാഹുലിൻ്റെ രാഷ്ട്രീയ എതിരാളികൾ പൂണ്ടു വിളയാടുകയാണ്. ഒരുപക്ഷെ മാസങ്ങൾക്ക് മുൻപ് അല്ലെങ്കിൽ ആഴ്ചകൾക്ക് മുൻപ് ഇപ്പോഴുള്ളതിന് സമാനമായൊരു സാഹചര്യം ഉണ്ടാകുമെന്ന് രാഹുലിൻ്റെ എതിരാളികൾ ഒരുപാട് മനക്കോട്ട കെട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അന്ന് പോലീസിനെയും രാഷ്ട്രീയ എതിരാളികളെയും പ്രത്യേകിച്ച് CPMകാരെയും തന്ത്രപരമായി കബളിപ്പിച്ചുകൊണ്ട് പാലക്കാട് നിന്ന് രാഹുൽ മുങ്ങി. പിന്നീട് കേരള പോലീസിന് മഷിയിട്ട് നോക്കിയിട്ടും 11 ദിവസത്തോളം രാഹുലിനെ കണ്ടെത്താൻ പോലും കഴിഞ്ഞില്ല. രാഹുലിനെ കോൺഗ്രസ് പിന്തുണയ്ക്കുന്നു എന്ന വാദത്തിൻ്റെ മുനയൊടിച്ചുകൊണ്ട് കേരള പോലീസിനും പിണറായി വിജയനുമെതിരെ VD സതീശൻ അടക്കമുള്ള കോൺഗ്രസ് നേതാക്കൾ രംഗത്ത് വന്നതോടെ രാഹുലിനെ ചാരി കോൺഗ്രസിനെ തീർക്കാമെന്ന നീക്കത്തിൽ നിന്ന് CPMും അന്ന് പിന്മാറി. അതിനുശേഷം കോടതി മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിച്ച് നോട്ടറസ്റ്റ് കൊടുത്തപ്പോഴാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പൊതുയിടങ്ങളിൽ സജീവമായത്. വീണ്ടും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്ന തരത്തിലേക്കൊക്കെ പല ചർച്ചകളും ഉയർന്നു വരുമ്പോൾ, പാലക്കാട് രാഹുലിൻ്റെ കയ്യിൽ ഭദ്രമാണ് എന്ന തരത്തിൽ വിലയിരുത്തലുകൾ വരുമ്പോഴാണ് ഇതിനിടയിലാണ് സർവരെയും ഞെട്ടിച്ചുകൊണ്ട് മൂന്നാമത്തെ പരാതി വരുന്നത്. മറ്റു പരാതികൾക്ക് സമാനമായി മുഖ്യമന്ത്രിക്ക് നൽകപ്പെടുന്ന ഒരു പരാതി, ആ പരാതിയിന്മേൽ ത്വരിതഗതിയിൽ രജിസ്റ്റർ ചെയ്യപ്പെടുന്ന ഒരു FIR, നടപടിക്രമങ്ങൾ പാലിച്ചോ എന്ന ചോദ്യത്തിന് പോലും കൃത്യമായ മറുപടി ഇല്ലെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിലിനെ പാതിരാത്രി താമസിക്കുന്ന ഹോട്ടലിൽ നിന്ന് പൊക്കി പോലീസ് തങ്ങളുടെ ശുഷ്കാന്തി രേഖപ്പെടുത്തി. സ്വാഭാവികമായും പോലീസിന് രാഹുൽ മാങ്കൂട്ടത്തിലിനോട് വലിയ വൈരാഗ്യമുണ്ട്, അത് തീർച്ചയാണ്. കാരണം 11 ദിവസക്കാലത്തോളം പ്രത്യേക അന്വേഷണ സംഘത്തെ വട്ടം ചുറ്റിച്ച് ആഭ്യന്തര വകുപ്പിനും പോലീസ് സേനയ്ക്കും നാണക്കേടുണ്ടാക്കി കൊടുത്തയാളാണ് രാഹുൽ. അതുകൊണ്ട് തന്നെ രാഹുലിനെ പൂട്ടാൻ ഒരു അവസരം കിട്ടിയാൽ അത് വെറുതെ കളയാൻ പോലീസ് ഒരിക്കലും തയ്യാറാകില്ല. തന്ത്രപരമായി രഹസ്യമായി പോലീസ് ആ പരാതി എക്സിക്യൂട്ട് ചെയ്ത് രാഹുലിനെ രാത്രിക്ക് രാത്രി പൊക്കി. പക്ഷെ അതല്ല വിഷയം. രാഹുൽ മാങ്കൂട്ടത്തിലിനെ അറസ്റ്റ് ചെയ്തപ്പോൾ പാലിക്കേണ്ട മര്യാദകൾ അല്ലെങ്കിൽ നിയമപരമായ നടപടിക്രമങ്ങൾ കൃത്യമായി പാലിക്കപ്പെട്ടില്ല എന്നും രാഹുൽ മാങ്കൂട്ടത്തിലിനെ ബോധപൂർവം കുടുക്കിയതാണെന്നും പറഞ്ഞൊരു വലിയ ക്യാമ്പയിൻ രാഹുലിന് അനുകൂലമായി കേരളത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. CPMൻ്റെ, DYFIയുടെ, BJPയുടെ, യുവമോർച്ചയുടെയൊക്കെ നേതൃത്വത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പോകുന്ന വഴിക്കൊക്കെ കൂക്കുവിളിയും പൊതിച്ചോറുമായി വലിയ പ്രതിഷേധങ്ങൾ, രാഹുലിനെ നാണം കെടുത്താൻ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള പോസ്റ്റർ പ്രചാരണങ്ങൾ, സോഷ്യൽ മീഡിയയിലെ നിരവധി ക്യാമ്പയിനുകളൊക്കെ മുന്നേറുന്നുണ്ട്. കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ മുഴുവൻ രാഹുലിനെതിരെ വാളെടുത്ത് നിൽക്കുന്ന ഈ ഘട്ടത്തിൽ പോലും രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമായ ഒരു വലിയ വിഭാഗം മറുവശത്തുണ്ട്. അതായത് രാഹുലിൻ്റെ ജനപ്രീതി പൂർണ്ണമായും ഇടിച്ചു കളയുക എന്ന രാഷ്ട്രീയ എതിരാളികളുടെ ലക്ഷ്യം മൂന്നാമത്തെ കേസ് വരുമ്പോഴും പൂർണ്ണമായി വിജയിച്ചിട്ടില്ല എന്നതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. സോഷ്യൽ മീഡിയ പേജുകളിൽ നോക്കുക, ചാനൽ ചർച്ചകളിൽ നോക്കുക, അതുപോലെ തന്നെ പൊതുജനങ്ങളുടെ പ്രതികരണങ്ങൾ നോക്കുക. ഈ പറയുന്ന CPMും BJPയും ഒക്കെ ഉയർത്തിവിടുന്ന അത്രയും വലിയ പ്രതിഷേധ കൊടുങ്കാറ്റോ രാഹുലിനെ ഇപ്പോൾ തീർക്കണമെന്ന മൈൻഡ് സെറ്റോ സോഷ്യൽ മീഡിയയിൽ അല്ലെങ്കിൽ പൊതുവിടങ്ങളിൽ സകലർക്കുമില്ല, മുഴുവൻ മനുഷ്യർക്കുമില്ല. രാഹുലിനെ കുടുക്കിയതാണെന്ന് വിശ്വസിക്കുന്ന വലിയൊരു വിഭാഗം ജനങ്ങളും ഇപ്പോഴും മറുവശത്തുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പക്ഷേ അതങ്ങനെ നിലനിൽക്കുമ്പോഴും CPM തങ്ങളുടെ രാഷ്ട്രീയ അജണ്ടയുമായി മുന്നോട്ട് പോവുകയാണ്. കഴിഞ്ഞ മണിക്കൂറുകളിൽ ഡോക്ടർ P സരിൻ കോൺഗ്രസിൽ നിന്ന് CPMലെത്തി പാലക്കാട് രാഹുലിനോട് മത്സരിച്ച് എറിഞ്ഞു തോറ്റ നേതാവ്, അദ്ദേഹം ഇട്ടിരിക്കുന്ന പോസ്റ്റ് നോക്കുക. രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ റിമാൻഡ് റിപ്പോർട്ടിൻ്റെ ഭാഗമായുള്ള മൂന്നാമത്തെ FIR മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നത് വായിക്കുകയായിരുന്നു. പരാതിയുടെ 5-ാം പേജിൽ ആവലാധികാരി പറയുന്നത് ഇങ്ങനെയാണ്: വടകരയിൽ ഫ്ലാറ്റ് ഉണ്ടെന്നും മറ്റൊരു ദിവസം വടകരയിലേക്ക് ചെല്ലണമെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ ആവശ്യപ്പെട്ടു. വടകരയിൽ രാഹുൽ മാങ്കൂട്ടത്തിന് ഫ്ലാറ്റ് ഉള്ളതായി വടകരക്കാർക്ക് ആർക്കെങ്കിലും അറിയുമോ? സ്ഥലം MP യോട് ചോദിച്ച് ആരെങ്കിലും അറിയിച്ചാലും മതി, ഇല്ലെങ്കിൽ പിന്നെ ചോദിക്കാൻ വരുന്നത് പോലീസായിരിക്കും, കേരള പോലീസ് എന്ന് പറഞ്ഞുകൊണ്ട് വടകര MP ആയിട്ടുള്ള ഷാഫി പറമ്പിലിനെ കടന്നാക്രമിക്കുന്ന വിധത്തിലുള്ള ഒരു ആഹ്വാനമാണ് ഡോക്ടർ സരിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. ഇത് കോൺഗ്രസിൻ്റെ കൂടി അറിവോടുകൂടിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇത്തരത്തിൽ ഇടപെട്ടത് എന്ന് തെളിയിക്കുന്ന വിധത്തിൽ മറ്റൊരു പോസ്റ്റും സരിൻ ഇട്ടിട്ടുണ്ട്. നോക്കുക, അവസാനമായ ഒരൊറ്റ ചോദ്യം: കേരളം കണ്ട ഏറ്റവും വലിയ സൈക്കോപാത്തായ, സെക്ഷൽ പെർവേർട്ടായ, ഹാബിച്വൽ ഒഫൻഡറായ, സീരിയൽ പ്രെഡേറ്ററായ ഒരു സാമൂഹ്യ വിപത്തിനെ ഇന്ന് കേരള പോലീസ് പിടിച്ചകത്തിട്ടിട്ട് ഇത് 24 മണിക്കൂറാണ്. കോൺഗ്രസ് പാർട്ടിയിൽ ഇല്ലെന്ന് അവർ പറയുന്ന ഒരാളെ തള്ളിപ്പറയാൻ അവരിൽ എത്ര പേർക്ക് ഈ നിമിഷം വരെ കഴിഞ്ഞിട്ടുണ്ട്? ഒരു 4 വരി കാലത്തിന് കാത്തു സൂക്ഷിക്കാൻ വേണ്ടിയെങ്കിലും പൊതുസമൂഹത്തിന് മുന്നിൽ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട് എന്നതിലൊക്കെ തെളിഞ്ഞു വരുന്ന ഒരേ ഒരു സത്യമേ ഉള്ളൂ. രാഹുൽ ഗാന്ധിയുടെ കോൺഗ്രസ് തന്നെയാണ് ഇപ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ മാതൃപാർട്ടി എന്ന സത്യം. കോൺഗ്രസെ അവർ നിങ്ങളെയും കൊണ്ടേ പോകൂ എന്ന് പറഞ്ഞിട്ടാണ് അടുത്ത പോസ്റ്റ്.
അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോഴും കോൺഗ്രസിൻ്റെ സംരക്ഷണം കിട്ടുന്നുണ്ട്, രാഹുൽ മാങ്കൂട്ടത്തിലിനെ കൊണ്ട് ഇതൊക്കെ ചെയ്യിച്ചതിന് പിന്നിൽ ഷാഫി പറമ്പിലാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പൊതുസമൂഹത്തിനിടയിൽ കോൺഗ്രസിനെതിരെയും ഷാഫി പറമ്പിലിനെതിരെയും നിർണായകമായ പൊതുബോധമുണ്ടാക്കുക എന്ന ലക്ഷ്യമാണ് ഇപ്പോൾ CPM ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ കേസുകളുമായി ബന്ധപ്പെട്ട് ഇതുവരെയുള്ള 3 കേസുകളുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട കോടതികളിൽ എവിടെയെങ്കിലും ഷാഫി പറമ്പിലിൻ്റെ പേര് പറഞ്ഞതായി നമുക്കറിവില്ല. കോൺഗ്രസ് നേതാക്കളുടെ പേര് ഈ പരാതികളിലോ റിമാൻഡ് റിപ്പോർട്ടിലോ അല്ലെങ്കിൽ ഈ പറയുന്ന FIRലോ എവിടെയെങ്കിലും പരാമർശിച്ചതായി നമുക്കറിവില്ല. ഫെനി നൈനാൻ്റെ പേര് ഒരു പരാതിയിൽ ഉണ്ടായിരുന്നു. അതൊരു കോൺഗ്രസ് നേതാവ് എന്ന നിലയിലല്ല, മറിച്ച് രാഹുലിൻ്റെ അടുത്ത സുഹൃത്ത് എന്ന നിലയിലാണ്. അതായത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന പ്രസ്ഥാനം, ഷാഫി പറമ്പിൽ എന്ന വടകര MP, ഇവരൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഇത്തരം ഈ പരാതിക്ക് ആസ്പദമായി പറയപ്പെടുന്ന സംഭവങ്ങളിൽ എവിടെയെങ്കിലും ഇടപെട്ടതായോ, ഈ നേതാക്കൾ ആരെങ്കിലും ഏതെങ്കിലും ഒരു കോൺഗ്രസ് നേതാവ് രാഹുലിന് വേണ്ടി ഇത്തരം വിഷയങ്ങളിൽ സംരക്ഷണം ഒരുക്കിയതായോ, രാഹുൽ ചെയ്തു എന്ന് പറയപ്പെടുന്ന ക്രൈമുകളിൽ എവിടെയെങ്കിലും ഇടപെട്ടതായോ ഒന്നും പരാതികളിലോ പോലീസ് അന്വേഷണത്തിലോ കോടതി വ്യവഹാരങ്ങളിലോ എവിടെയും പറഞ്ഞിട്ടില്ല എന്ന് തന്നെയാണ് ഇപ്പോഴും മനസ്സിലാക്കുന്നത്. കാരണം ചാനലുകളിൽ വന്ന വാർത്തകൾ, പത്രമാധ്യമങ്ങളിൽ വന്ന വാർത്തകളിലൊന്നും അങ്ങനെ ഒരു പരാമർശം എവിടെയുമില്ല. പക്ഷേ CPM തീരുമാനിച്ചിരിക്കുന്നു, BJP തീരുമാനിച്ചിരിക്കുന്നു, ഈ ഒരു വിഷയത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഷാഫി പറമ്പിലിനെ തീർക്കുക. ഷാഫി പറമ്പിൽ എന്ന് പറയുന്നത് നമുക്കറിയാം, KK ശൈലജയെ അതിദയനീയമായി തോൽപ്പിച്ച നേതാവാണ്. KK ശൈലജയ്ക്കും CPMനും വലിയ നാണക്കേടുണ്ടാക്കുന്ന വിധത്തിൽ വടകര പിടിച്ചെടുത്തിട്ടുള്ള നേതാവാണ്. ഇനി അടുത്ത KPCC അധ്യക്ഷനാകാൻ സാധ്യതയുണ്ട് എന്ന് പറയപ്പെടുന്ന നേതാവാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഷാഫി പറമ്പിലിനെ തീർക്കുക ഇതിൻ്റെ അടിസ്ഥാനത്തിൽ വേണ്ടി വന്നാൽ ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടത്തിലും അടുത്ത സുഹൃത്തുക്കളായിരുന്നു, ഈ കേസുകളിൽ എവിടെയെങ്കിലുമൊക്കെ ഷാഫി പറമ്പിൽ രാഹുലിനെ സഹായിച്ചു, ഗർഭഛിദ്രത്തിന് ഉപദേശിച്ചത് ഷാഫിയാണ് എന്ന നിലയിലൊക്കെ ഇനി നെറേറ്റീവുകൾ വരാം. ഷാഫി പറമ്പിലിനെയും ചിലപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്ത് അഴിക്കുള്ളിലാക്കിയേക്കാം. ഇത് ഞാൻ കാണുന്നൊരു രാഷ്ട്രീയപരമായിട്ടുള്ളൊരു നീക്കത്തിൻ്റെ സാധ്യതകളാണ്. അത്തരത്തിലുള്ള ചില വെളിപ്പെടുത്തലുകളോ തെളിവുകൾ എന്ന പേരിൽ എന്തെങ്കിലും തരത്തിലുള്ള നീക്കങ്ങളോ ഉണ്ടാകാം. കാരണം ഇതുവരെയും കോടതി വ്യവഹാരങ്ങളിൽ എവിടെയും പറയാത്ത ഒരു പേരാണ് ഷാഫി പറമ്പിലിൻ്റെ. എന്ന് മാത്രമല്ല, ഈ പറയപ്പെടുന്ന പെൺകുട്ടികൾ ആരും തന്നെ ഷാഫി പറമ്പിലിൻ്റെ പേര് എവിടെയും പറഞ്ഞിട്ടില്ല. ഈ കേസുകളിൽ എവിടെയും ഷാഫി പറമ്പിലിൻ്റെ പേര് അന്വേഷണ സംഘം രേഖപ്പെടുത്തിയതായി അറിവില്ല ഇതുവരെ. പക്ഷേ CPM നിരന്തരമായി പറയുന്നു ഷാഫി പറമ്പിൽ ഇതിൽ പ്രതിയാണ്, ഷാഫി പറമ്പിൽ ഹെഡ് മാസ്റ്ററാണ്, ഷാഫി പറമ്പിൽ CA ആണ് എന്നൊക്കെ പറഞ്ഞ് ഷാഫി പറമ്പിലേക്ക് ഇത് കൊണ്ടുപോവുകയാണ്. ക്രിമിനൽ സിൻഡിക്കേറ്റ് ഉണ്ട്, അതിൽ ഷാഫി പറമ്പിലും ഉണ്ട് എന്നാണ് സരിൻ തന്നെ ഇതിനു മുമ്പ് ഒരു വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത്. അപ്പോൾ ആദ്യം തന്നെ ലക്ഷ്യങ്ങൾ ഫിക്സ് ചെയ്തിട്ട് അതിലേക്ക് എത്താനുള്ള ചില വഴികൾ വെട്ടിക്കൊണ്ടിരിക്കുകയാണ് CPMൻ്റെ നേതാക്കൾ എന്ന് വ്യക്തമാക്കുന്ന വിധത്തിൽ തന്നെയാണ് ഈ ഫേസ്ബുക്ക് പോസ്റ്റ് ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പൊതുസമൂഹത്തിൽ CPMൻ്റെ രാഷ്ട്രീയ നീക്കമാണ് ഇതിനെല്ലാം പിന്നിലെന്ന ഒരു ചർച്ച നടക്കുന്നുണ്ട്. അതായത് സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ നമുക്കറിയാം പല ചാനലുകൾ, നമ്മുടെ ചാനലിൻ്റെ അടക്കം കമൻറ്റ് ബോക്സുകളിൽ വരുന്ന കമൻറ്റുകൾ, നമ്മളിടുന്ന കമൻറ്റോ നമുക്ക് ഉത്തരവാദിത്തമുള്ള കമൻറ്റുകളോ അല്ല, പക്ഷേ ആളുകൾ വന്നിട്ടിടുന്ന കമൻറ്റുകൾ പരിശോധിച്ചാൽ അതിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ പിന്തുണയ്ക്കുന്ന വലിയൊരു ഒരു ജനവിഭാഗമുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. ഷാഫി പറമ്പിലിനെ എന്തിനാണ് ഇതിൽ വേട്ടയാടുന്നതെന്ന ചോദ്യം ഇപ്പോഴും അവർ ഉന്നയിക്കുന്നുണ്ട്. അതുപോലെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം കിട്ടാനുള്ള സാധ്യതകളുണ്ട് എന്ന നിലയിൽ TP സെൻകുമാറിനെ പോലെയുള്ള രാഹുൽ മാങ്കൂട്ടത്തിനെ ശക്തമായി എതിർക്കുന്ന ആളുകൾ വരെ, നിയമവിദഗ്ധർ വരെ രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം കിട്ടാനുള്ള സാധ്യതയുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ഇത്തരം നടപടികൾ, അതായത് ഈ കേസിട്ടതും തുടർ നടപടികളും അടക്കം, അത് നിയമപരമായി പാലിക്കേണ്ട നടപടിക്രമങ്ങൾ പാലിക്കാതെയുള്ളതാണ്. പല വിധത്തിലും ഈ പോലീസിൻ്റെ നീക്കങ്ങളിൽ ദുരൂഹതയുണ്ട്, സംശയങ്ങളുണ്ട് എന്ന മട്ടിലൊക്കെ നിരവധി പ്രചാരണങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായും രാഹുൽ മാങ്കൂട്ടത്തിനെ പരിപൂർണമായി ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങൾ ഒരു വശത്ത് ശക്തമാകുമ്പോൾ മറുവശത്ത് രാഹുലിന് വേണ്ടിയിട്ടുള്ള വലിയ പിന്തുണകളും ഉണ്ടാകുന്നുണ്ട്. പക്ഷേ രാഹുലിനെ ഇനി രക്ഷപ്പെടാൻ അനുവദിക്കില്ല എന്ന നിലയിൽ കടുപ്പിച്ച് മുന്നോട്ട് പോവുകയാണ് പോലീസ്. ഇപ്പോൾ CPM കേന്ദ്രങ്ങൾ അടക്കം നൽകുന്ന സോഷ്യൽ മീഡിയ പ്രചാരണങ്ങളിൽ നമുക്ക് മനസ്സിലാക്കുന്ന കാര്യം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇനിയും പരാതികൾ വരാൻ സാധ്യതയുണ്ട് എന്നാണ്. ആദ്യത്തെ പരാതി വന്നപ്പോൾ തന്നെ CPM കേന്ദ്രങ്ങൾ പ്രചരിപ്പിച്ചിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു പരാതിയല്ല ഒരുപാടെണ്ണം വരാനുണ്ട് എന്ന്. തൊട്ടു പിന്നാലെ അധികം വൈകാതെ അടുത്ത പരാതി വരുന്നു, മൂന്നാമത്തെ പരാതി വരുന്നു. അപ്പോൾ ഇനിയും പരാതികൾ ഉണ്ട് എന്ന കാര്യത്തിൽ ഇപ്പോൾ റിനി ആൻഡ് ജോർജ് എന്ന് പറയുന്ന ഒരു ജൂനിയർ ആർട്ടിസ്റ്റ് ചാനലുകളിൽ വന്നിരുന്ന് പറഞ്ഞതും ഇനിയും ഉണ്ട്, ഒരുപാട് പേരുണ്ട് എന്നാണ്. അപ്പോൾ ഈ പറയുന്ന ആളുകളൊക്കെ എപ്പോഴൊക്കെ പരാതി കൊടുക്കുന്നു, എങ്ങനെയൊക്കെ പരാതികൾ കൊടുക്കുന്നു എന്ന നിലയിലായിരിക്കും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഇനിയുള്ള ഭാവി എന്ന് പറയുന്നത്. കാരണം കോടതിയിൽ കേസെത്തുമ്പോൾ ആ കേസിന് എന്ത് സംഭവിക്കുന്നു എന്നതിനപ്പുറം ഒരു പരാതി വന്നാൽ രാഹുലിനെതിരെ ചെയ്യാവുന്നതിൻ്റെ പരമാവധി ചെയ്യാൻ സജ്ജമായിട്ട് ഇവിടെ സർക്കാരും പോലീസുമുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും രാഹുൽ മാങ്കൂട്ടത്തിന് ഈ കേസിൽ ജാമ്യം കിട്ടിയാലും
സമാധാനപരമായി മുന്നോട്ട് പോകാൻ കഴിയണമെന്നില്ല. കാരണം 2 കേസുകളിൽ കോടതിയിൽ ജാമ്യം, ഒന്നിൽ നോട്ട് അറസ്റ്റ് കിട്ടി, മറ്റൊരു കേസിൽ ജാമ്യം കിട്ടി, മുൻകൂർ ജാമ്യം കിട്ടി. അതിൻ്റെ സമാധാനത്തിൽ മുന്നോട്ട് പോകുമ്പോഴാണ് രാഹുൽ മാങ്കൂട്ടത്തിന് അടുത്തടി വരുന്നത്, പിടിച്ചുകൊണ്ട് പോകുന്നത്. ഇപ്പോൾ ഷാഫി പറമ്പിലേക്കും അതെത്തും, ഷാഫിയെ അഴിക്കുള്ളിലാക്കും എന്ന മട്ടിൽ വടകരയിൽ ഫ്ലാറ്റ് എടുത്ത് രാഹുലിനെ കൊണ്ട് പലതും ഇത്തരം പരിപാടികൾക്ക് നേതൃത്വം കൊടുത്തിരുന്നത് ഷാഫിയാണ് എന്ന മട്ടിലേക്ക് പരസ്യമായിട്ട് പ്രചരിപ്പിക്കാൻ ഡോക്ടർ സരിനെ പോലുള്ള ആളുകൾ രംഗത്ത് വരികയാണ്. പരോക്ഷമായിട്ടാണ്, കൊള്ളിച്ചാണ് പറയുന്നതെങ്കിലും അതൊക്കെ ഡയറക്റ്റ് ഹിറ്റാണ് ഷാഫിക്കെതിരെ. അപ്പോൾ സ്വാഭാവികമായിട്ടും CPM-ൻ്റെ അജണ്ട, BJP-യുടെ അജണ്ട വ്യക്തമാണ്. രാഹുൽ മാങ്കൂട്ടത്തിലിനെ ചാരിക്കൊണ്ട് കോൺഗ്രസിനെയും പ്രത്യേകിച്ച് ഷാഫി പറമ്പിലിനെയും കടന്നാക്രമിക്കുക എന്നത് തന്നെയാണ്. അപ്പോൾ അത്തരത്തിലുള്ള നീക്കങ്ങൾ ഇനി ഉണ്ടാകുമ്പോൾ ഒരുപക്ഷെ ഷാഫി പറമ്പിലും അഴിക്കുള്ളിലായാലും അത്ഭുതപ്പെടേണ്ടതില്ല. രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം കിട്ടിയെന്ന് വെക്കുക, കിട്ടി രാഹുൽ പുറത്തു വന്നാലും വീണ്ടും കേസുകൾ വരാനുള്ള സാധ്യത, അങ്ങനെ വന്നാലും അത്ഭുതപ്പെടേണ്ടതില്ല. അങ്ങനെയൊക്കെ ഉണ്ട് എന്നാണ് CPM-ൻ്റെ ആളുകൾ തന്നെ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. അവരുടെ പ്രചാരണങ്ങൾക്കനുസരിച്ച് തന്നെയാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത്. അതുകൊണ്ട് തന്നെ അത്തരം നീക്കങ്ങൾ ഉണ്ടായേക്കാം.